വിജയിച്ചവനെല്ലാം മണ്ടന്മാരാടോ. മമ്മൂട്ടി മോലെല്ലാം മണ്ടനാ? മണ്ടന്മാരാണ് വിജയിച്ചവന്മാര്, മണ്ടന്മാരാണ്. സാറ് പറഞ്ഞ ഭയങ്കര കോൺട്രവേഴ്സി. സമജീവികളായിരിക്കുന്ന ആൾക്കാരെ കൊള്ളയടിച്ചവർക്ക് മാത്രമേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. മമ്മൂട്ടി മോഹൻലാലും ആരെ കൊള്ളയടിച്ചിട്ടാ അവര് അതിനകത്ത് സ്വന്തം കഴിവ് കൊണ്ടും പ്രയത്നം കൊണ്ടും അല്ലേ കയറി വന്നത്? അല്ലല്ല, ഈ ഇവർ അഭിനയിച്ച സിനിമയ്ക്കകത്തെ ലൈറ്റ് ബോയുടെ പേര് പറ. ലൈറ്റ് ബോയുടെ പേര് എനിക്കറിയില്ല. അതറിഞ്ഞു. ഇയാൾ അതിനകത്ത് ആ സ്ക്രിപ്റ്റ് എഴുതിയതിന്റെ പേര് പറ. സ്ക്രിപ്റ്റ് എഴുതിയത് അത് എങ്ങനെയാണ് തോന്നുന്നത്? ഈ മുഴുവൻ ആൾക്കാരെ ആഹരിച്ചവന്മാരവന്മാര്. ഇയാളിത് എന്തോന്ന് ഈ പറയണേ? വാ തുറന്ന മണ്ടത്തരേ പറയൂ. മണ്ടത്തരം തന്നെയാ വാ തുറന്നാ പറയുള്ളൂ. അവരെ ആഹരിച്ചിട്ടൊന്നുമല്ല. ഈ അവർ ജനിച്ച ഉടനെ വീണ് കയറി നടനായതൊന്നുമല്ല. മമ്മൂട്ടി മോഹൻലാലൊക്കെ എടുത്തതിന് വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവരെത്തിയത്. മോഹൻലാലിനൊക്കെ ആദ്യമൊക്കെ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ ചില സിനിമകളിൽ നിന്നൊക്കെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയെ അങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത്, ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. എന്നിട്ട് ലൈറ്റ് ബോയുടെ പേരെന്താണ്? ലൈറ്റ് ബോയുടെ പേരെന്താ? ഇവരും അതിനേക്കാൾ താഴ്ന്നുള്ള ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ആർക്കും പോലും അറിയില്ല. അവർ കഴിവ് കൊണ്ടും പ്രയത്നങ്ങൾ കൊണ്ടും ഒക്കെ തന്നെയാണ് ഇവിടെ വരെ ഈ നിലയിലെത്തിയത്. എന്തെങ്കിലും പിടിച്ച് പൊട്ടത്തരം പറയും. അറിയോ, രവീന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഡാൻസിലും ഭയങ്കര ഡിമാൻഡായിരുന്നു. പുള്ളിക്ക് തമിഴിലും മലയാളത്തിലൊക്കെ നല്ല തിരക്കാണ്. അന്ന് പുള്ളിയുടെ പ്രതിഫലം 10,000. ആ കാലഘട്ടങ്ങളിലാണ് മോഹൻലാലൊക്കെ വന്നിട്ടുള്ളത്. മോഹൻലാലിന് 1,500 രൂപയും മമ്മൂട്ടിക്ക് 1,500, 1,000 രൂപയാണ് പ്രതിഫലം. പിന്നെ കാലങ്ങൾ കടന്നുപോയി. ഈ രവീന്ദ്രൻ എന്ന് പറഞ്ഞ നടൻ പിന്നീട് കാണാതായിരുന്നു. അന്ന് രവീന്ദ്രൻ ഭയങ്കര ഡിമാൻഡ്. അന്ന് ആൾക്കാരൊക്കെ പല തിരക്കുള്ളായിരുന്നു. അതുപോലെ തന്നെയാണ് തിരക്കായിരുന്നു. ഇനിയിപ്പോൾ രവീന്ദ്രൻ ആക്ടറെ ഫീൽഡിലേ ഇല്ല. അതുപോലെ തന്നെയാണ് ശങ്കർ എപ്പോഴും ശങ്കറിൻ്റെ പേരിൽ മോഹൻലാലിനെ കൊല്ലുന്നതാണ് ശങ്കറിൻ്റെ മിക്ക സിനിമകൾ. ഹലോ മദ്രാസുകൾ, മഞ്ഞ് പിരിഞ്ഞ പൂക്കൾ, അങ്ങനെ ഒരുപാട് സിനിമയ്ക്കകത്ത് ശങ്കറിൻ്റെ വില്ലനായിരുന്നു മോഹൻലാൽ. ഇപ്പോൾ ശങ്കർ എവിടെ ഇരിക്കുന്നു, മോഹൻലാൽ ഇരിക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെ സിനിമ എന്നുള്ള, പ്രത്യേകിച്ച് സിനിമാ മേഖല എടുത്തു പറയുന്ന സിനിമാ മേഖല, അതിൽ ഉയർച്ച താഴ്ചകൾ സംഭവമാണ്. സ്ഥിരമായിട്ട് പെർമനൻ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പെർമനൻ്റ് അല്ല. പെർമനൻ്റ് ആയിട്ട് ജീവിതകാലം മുഴുവൻ സിനിമ രക്ഷിക്കുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മാതിരി കഴിവുകളും ടാലൻറ്റും ഉള്ളിൽ വേണം, ബ്രാൻഡും ആവണം. അതാണ് മോഹൻലാലും മമ്മൂട്ടി. അവർ എത്ര വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാലും അവർക്ക് എപ്പോഴും ഒരു ബ്രാൻഡുണ്ട്. മോഹൻലാൽ മാത്രമല്ല, ദിലീപേട്ടൻ, അങ്ങനെ ഒരുപാട് പേര്. ദിലീപേട്ടനൊക്കെ ശരിക്കും ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് മലയാള സിനിമയിലൊക്കെ വന്നപ്പോൾ ഒരു ചെറിയൊരു റോളിലൊക്കെ വരുള്ളൂ. ശബ്ദം പോലും മാറ്റി കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇത്രയും പൊസിഷനിൽ എത്തണമെങ്കിൽ അത് ആ മാതിരി പ്രയത്നമുണ്ട്. അല്ലാതെ ഇവരെ ആഹരിച്ചുകൊണ്ടല്ല. ഓരോരുത്തരുടെ ഘട്ടം ഘട്ടമായിട്ട് അവരുടെ ടാലൻറ്റ് കൊണ്ട് വന്നതാണ്. എന്ത് പറഞ്ഞാലും ഇങ്ങേരുടെ വായ്ത്താളം കേട്ട് തന്നെ ആൾക്കാരുള്ളൂ.